കേരളത്തിൻ്റെ ഗവർണറെ നിലമേൽ വെച്ച് SFIക്കാർ കരിങ്കൊടി കാണിച്ചു. അവർ റോഡിൻ്റെ സൈഡിൽ ബാനർ വെച്ചു പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസ് അവരെ തടഞ്ഞു. കരിങ്കൊടി കാണിച്ച് ഗവർണർക്ക് എതിരായി മുദ്രാവാക്യം വിളിക്കുന്ന കണ്ട് ഗവർണറെ വാഹനം അവിടെ നിന്നു. ഗവർണർ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് നടന്നു. പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു, ആക്രോശിച്ചു. പോലീസും അവരുടെ മുമ്പിൽ കയറി നിന്ന് തടഞ്ഞു. ചിലർ ഗവർണറുടെ അടുത്തേക്ക് ഓടി അവരെയും പിടിച്ചു നിർത്തി. ഗവർണറുടെ പേഴ്സണൽ സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തിനെ വളഞ്ഞു നിന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമല്ലോ. ഗവർണർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതിനടുത്തൊരു കടയിൽ നിന്ന് ഒരു കസേര വാങ്ങിച്ച് സമരക്കാരുടെ മുമ്പിൽ കസേരയിലിരുന്നു. അദ്ദേഹം വേർത്ത് കുളിച്ചു. ഏകദേശം 2 മണിക്കൂർ അടുത്ത് അവിടെ നിന്നു. തന്നെ തടഞ്ഞവർക്കെതിരായി, ഗവർണറെ തടഞ്ഞവർക്കെതിരായി കേസെടുക്കണം, അദ്ദേഹത്തിൻ്റെ മൊഴിയോ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റിയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥനോ ആയിരിക്കണം സോമോട്ടോ ആയിട്ട് കേരള ഗവർണറാണ് കേസെടുത്തേ കഴിയും. നമ്മൾ പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞ ഒരു പരാതി കൊടുത്താൽ കേസെടുത്ത FIRൻ്റെ കോപ്പി അപ്പം നമുക്ക് തരണമെന്നാണ് ക്രിമിനൽ നടപടിക്രമത്തിൽ പറയുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ്, ഒരു പൈസയും കൊടുക്കാതെ തരണമെന്നാണ്. സ്ത്രീകൾ പ്രായമുള്ളവരാണ് ഒരു കേസ് വിളിച്ച് പറയുന്നെങ്കിൽ അവരുടെ വീട്ടിൽ വന്ന് മൊഴിയെടുത്ത് FIR തയ്യാറാക്കി അതിൻ്റെ കോപ്പി അവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് നിയമം. ഇതൊന്നും കേരളത്തിലെ പോലീസുകാർ ഇവിടെ ആരും അത് നോക്കുന്നുമില്ല. എല്ലാവരും അവരെ പുറകെ നടന്നെങ്കിൽ മാത്രമേ ഒരു FIR അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. നിയമത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ മാനിക്കണം. നിയമത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് വേണം പോലീസ് ജോലി ചെയ്യാൻ. ഗവർണർക്ക് എന്താണ് നിയമമെന്ന് കൃത്യമായി അറിയാം. അദ്ദേഹം റോഡിലിരുന്നു. അവിടുത്തെ റൂറൽ SP വന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ നോക്കി. DGP നേരിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ നോക്കി. അതൊന്നും ചിലവാകില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹത്തിനെ തടഞ്ഞതിന് കേസ് വേണം. അദ്ദേഹം നിസ്സാരക്കാരനല്ല, ഗവർണറാണ്, കേരള ഗവർണറാണ്, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പ്രതിനിധിയാണ്, ഭരണഘടന അനുസരിച്ചുള്ള പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനാണ് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് കേരള പോലീസും കേരള ഗവൺമെൻറ്റും. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ വഷളാകാതിരിക്കാനും, ലോ ആൻഡ് ഓർഡർ വഷളായാൽ ഭരണം വിട്ടൊഴിയേണ്ടിയും വരും. അവരാണ് ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. കുട്ടികളെ കൊണ്ട് ചൂട് ചോറ് വായിപ്പിച്ചത് ശരിയായില്ല. കുറേ ദിവസങ്ങളായി കേരളത്തിലെ ഗവർണർക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുമ്പിലും മുദ്രാവാക്യം വിളിച്ചവരെയും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കരിങ്കൊടി കാണിച്ചവരെയും അത് പാർട്ടിക്കാർ, SFIക്കാർ, DYFIക്കാർ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു, അവരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചു നമ്മൾ കണ്ടു. കരിങ്കൊടി കാണിച്ചതേ ഉള്ളൂ. അതാണ് കേരള പോലീസിൻ്റെ നയം. അതേസമയത്ത് മുഖ്യമന്ത്രി പോയ സമയത്ത് കരിങ്കൊടി കാണിച്ചവരെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രൊട്ടക്ഷനുള്ളവർ വടിയായിട്ട് ഇറങ്ങി റോട്ടിൽ അവിടുത്തെ ലോക്കൽ പോലീസ് പിടിച്ചു നിർത്തി ഒതുക്കി ഒരു കടയുടെ മുമ്പിൽ നിർത്തിയവരെ വടി കൊണ്ടടിക്കുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ ഉയർന്ന പോസ്റ്റ് തന്നെയാണ് ഗവർണറുടെ. അദ്ദേഹത്തിനെ നിലമേൽ വെച്ച് തടഞ്ഞു. മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ ആ കുട്ടികൾ പിൻവാങ്ങുന്നവരാണ്. പക്ഷേ അതിനകത്ത് വലിയ അർത്ഥങ്ങളുണ്ട്. തടഞ്ഞു, അദ്ദേഹം റോട്ടിൽ നിന്നു, കസേര വരുത്തി ഇരുന്നു. FIR സോമോട്ടോമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എടുക്കേണ്ടി വന്നു. 124 IPC, 124A കൂടെ ഇടാം. രണ്ടിനും ലൈഫ് ഇംപ്രിസ്മെൻ്റ് വരെ ശിക്ഷയുള്ളതാണ്. നേരത്തെ ഗവർണർ തിരുവനന്തപുരം നഗരത്തിൽ കൂടെ വന്ന് രാത്രി 8 മണിക്ക് തടഞ്ഞ ഒരു സംഭവം ഉണ്ടായി. ആ കുട്ടികളെ റിമാൻഡ് ചെയ്തേണ്ടി വന്നു. കാരണം 124 IPC ആണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും ഗവർണർമാരെയും തടഞ്ഞാൽ അതിന് പ്രത്യേക ശിക്ഷ പറഞ്ഞിരിക്കുന്നുണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ. അതാണ് 124. 124 കുറച്ചുകൂടി അതിക്രമം കണ്ട് 124A ഉണ്ട്. 124A ആണെങ്കിൽ ജീവപര്യന്തം തടവിന് വരെ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും.
ഇന്ത്യൻ പ്രസിഡൻറ്റ് രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി നമ്മൾ ആലോചിക്കണം. ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയിലെ പ്രശ്നമാണത്, ഭരണഘടനയുടെ പ്രശ്നമാണ്. ഭരണഘടനാ മേധാവിയായ ഇന്ത്യൻ പ്രസിഡൻറ്റിനെയോ അദ്ദേഹത്തിൻ്റെ നോമിനിയായ സ്റ്റേറ്റിലുള്ള ഗവർണർമാരെ ത്രട്ടൻ ചെയ്യുകയോ അവരെ വിരട്ടുകയോ ചെയ്താൽ രാജ്യം ഇടപെടും, അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ അദ്ദേഹം അവിടെ ഇരുന്ന് FIRൻ്റെ കോപ്പി വാങ്ങിച്ചു, 124 ഇട്ടോന്ന് നോക്കി, അത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ആ കുട്ടികളെ 17 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 50 പേര് അവിടെ കൂടിയിരുന്നെങ്കിൽ 50 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവരെ റിമാൻഡ് ചെയ്യണം. അദ്ദേഹം നേരിട്ട് അവിടെ നിന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റ് വിളിച്ചു. DGP സംസാരിച്ച് അദ്ദേഹം വഴങ്ങിയില്ല. ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഉണ്ട്, ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്. അവരെവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗവർണറുടെ സഞ്ചാരത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യത DGPയെക്കാട്ടിലും മുകളിലുള്ള ആഭ്യന്തര സെക്രട്ടറിയും അതുപോലെ ചീഫ് സെക്രട്ടറിയുമാണ്. അവരെവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ചീഫ് സെക്രട്ടറി ആണ് പ്രഥമ പരിഗണന, അഡീഷണൽ സ്പെഷ്യൽ സെക്രട്ടറി ഹോം രണ്ടാമത്തെ പരിഗണന, മൂന്നാമത് മാത്രമേ DGP വരുന്നുള്ളൂ. 3 പേരും ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും ഇന്ത്യൻ പീനൽ കോഡിനനുസരിച്ചും ബാധ്യസ്ഥരാണ്. അവരെ ആരെയും കണ്ടില്ല അവിടെ. അദ്ദേഹം FIRൻ്റെ കോപ്പി വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടെ നിന്ന് അദ്ദേഹം കേന്ദ്രത്തിൽ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ വിളിച്ചു, വൈസ് പ്രസിഡൻറ്റിനെ വിളിച്ചു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിളിച്ചു, പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് തിരിച്ചുവിളി വന്നു. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്ക് ലാപ്സസ് ഉണ്ടായി. അത് കേരള DGPയുടെ കുഴപ്പമാണ്, ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയുടെ കുഴപ്പമാണ്, ഇവിടുത്തെ ഹോം സെക്രട്ടറിയുടെ കുഴപ്പമാണ്. ആ ലാപ്സസ് ഉണ്ടായി. അദ്ദേഹം റോഡിൽ നിൽക്കുന്നു, റോഡിൽ കുത്തിയിരിക്കുന്നു. വിവരം ഡൽഹിയിലെത്തി. തിരിച്ച് ഡൽഹിയിൽ നിന്ന് മറുപടി വന്നു. ഇന്ത്യയിലെ ഏറ്റവും VIP-കളായ ഏറ്റവും ഉന്നതരായ Z കാറ്റഗറി ഉള്ള ഇന്ത്യയിലെ VIP-കൾ Z+ ആണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രസിഡൻറ്റ്, ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ്, അവർക്ക് കൊടുക്കുന്ന Z+ ആണ്. അപ്പോൾ ആ കാറ്റഗറി ഉള്ളവർക്ക് കൊടുക്കുന്ന 55 പോലീസ് ഉദ്യോഗസ്ഥർ വരണം. ഇമ്മീഡിയറ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ് Z+ കാറ്റഗറി സെക്യൂരിറ്റി അവാർഡ് ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ രാജ്ഭവൻ്റെ സെക്യൂരിറ്റി CRPF പള്ളിപ്പുറത്തുനിന്ന് വന്ന് ഏറ്റെടുത്തു. DIG സ്പോട്ടിലെത്തി. ഇനി അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ Z+ കാറ്റഗറി തന്നെയാണ്. കേരള ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ അഴിച്ചുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ നിൽക്കും. അത് രാഷ്ട്രീയമാണ്. ആ കളി അല്പം കൂടിപ്പോയാൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വലിയ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഈ കുട്ടികൾ ഇപ്പോൾ അനുഭവിക്കും. കാരണം രണ്ടാമതാണ് കേരള ഗവർണറുടെ ത്രെട്ടിൽ രണ്ടാമതാണ് 124A 125A പ്രയോഗിക്കുന്നത്. 2 കേസായി. ഇവരെയും റിമാൻഡ് ചെയ്യും. ഇനി Z+ കാറ്റഗറിയാണ്. സെൻട്രലിൽ നിന്ന് അവിടുന്ന് ഏജൻസി അന്വേഷിക്കണം. NIA അന്വേഷിക്കേണ്ടി വരും. ഇത് ഡൽഹി TR ജയിലിൽ പോയി കിടക്കേണ്ടി വരും കുട്ടികൾ. അന്വേഷണം അവിടെ നീളും. NIA ഏറ്റെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കുട്ടികൾ പ്രവർത്തിച്ചത്. കാരണം ഇന്ത്യൻ പ്രസിഡൻറ്റിനും ഇന്ത്യയിലെ ഗവർണർമാർക്കും പ്രൈം മിനിസ്റ്ററിനും ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനും ഒക്കെ സെക്യൂരിറ്റി ഒരു സ്റ്റേറ്റിൽ വന്നാൽ 100% സെക്യൂരിറ്റി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുന്നത് അങ്ങനെയാണ്. പക്ഷേ അത് രാഷ്ട്രീയ പോരിൻ്റെ ഇടയ്ക്ക് ആ കാര്യം എല്ലാവരും മറന്നുപോയാലും എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു തീക്കളിയായി മാറുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. രാഷ്ട്രീയമായ ഒരു ഇച്ഛയുടെ പുറത്ത് അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പരസ്പരം ബഹുമാനിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് വേണം. അതിവിടെ കാണുന്നില്ല. ഓരോ പാർട്ടികളും അവരവരുടെ സ്വന്തം കാര്യം നോക്കി ഗവർണറെ അവഹേളിക്കാനും രാഷ്ട്രീയപരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്രസംഗിക്കുമ്പോഴൊക്കെ ചെയ്യാതിരിക്കാം. പക്ഷേ അദ്ദേഹം കേരള ഗവർണറാണ്. ഇന്ത്യയുടെ പരമാധികാരിയുടെ പ്രസിഡൻ്റ് നോമിനിയാണ്. അദ്ദേഹത്തിന് യഥേഷ്ടം യാത്ര ചെയ്യാൻ സാധിക്കണം കേരളത്തിൽ കൂടെ. അത് രാഷ്ട്രീയ പോരിൽ വെച്ച് കുട്ടികളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര തടസ്സം ചെയ്യരുത്. ഇവിടെ പല പ്രാവശ്യം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് യാത്രയ്ക്ക് തടസ്സം അദ്ദേഹത്തിൻ്റെ കാറിനിട്ട് അടിക്കുന്നു. വളരെ പ്രകോപനപരമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. ആരാണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ആരാണ് ഇവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്?
ആരാണ് ഇവർക്ക് ഈ പ്രചോദനം കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അത് മന്ത്രിയായാലും ശരി, ആരായാലും ശരി, രാഷ്ട്രീയത്തിൻ്റെ ഏത് ഉന്നത പോസ്റ്റിലിരിക്കുന്നവരായാലും ശരി, സമാധാനം പറയേണ്ടി വരും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ Z+ കാറ്റഗറി കൊടുത്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇതിന് സമാധാനം പറയേണ്ടി വരും DGP. പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യേണ്ടി വരും DGPയും ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിയും. കാരണം ഗവർണറായിട്ട് തന്നെ കളിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വലിയ വൈരാഗ്യം ഉണ്ടാകാം. കാരണം ഭരണഘടനാപരമായ ഒരു പോസ്റ്റിലാണ് ഗവർണർ ഇരിക്കുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ അധിപനായിട്ടിരിക്കുകയാണ്. ഇവിടെ എടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ മറ്റു മന്ത്രിമാരും പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ഇഷ്ടാനിഷ്ടം പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഗവർണർക്ക് എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ശരി സെക്യൂരിറ്റി മതിയായ കൊടുത്തിരിക്കണം.